ശബ്ദം ശ്രീമൂലനഗരം തൗഹീദ് നഗർ യൂണിറ്റ് സംഘടിപ്പിച്ചിട്ടുള്ള ഒരു സൈക്കിൾ റാലിയാണ് ഇന്ന് ഈ അങ്ങാടിയിൽ എത്തിച്ചേർന്നിട്ടുള്ളത്. നമ്മുടെ നാട് വികസനത്തിന്റെയും പുരോഗതിയുടെയും കാര്യത്തിൽ വളർന്നുകൊണ്ടിരിക്കുമ്പോഴും ധാരാളമായി മനുഷ്യർ അധംപതിച്ചുകൊണ്ടിരിക്കുന്ന എന്നതാണ് നാം കാണുന്നത്. കൊള്ള, കൊലപാതകം, ബലാത്സംഗം, അങ്ങനെ പോകുന്ന എത്ര കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് കേരളത്തിൽ നടക്കുന്നത്. 2 വയസ്സായ ഒരു കുഞ്ഞിന് പോലും ഇന്ന് കേരളത്തിൽ ഇറങ്ങി നടക്കാൻ അവകാശമില്ലേ? ഒരാഴ്ച മുമ്പ് പത്രത്തിൽ വന്ന വാർത്ത, പിതാവ് മകനെ തലക്കടിച്ചു കൊന്നു എന്നുള്ള വാർത്തയാണ്. നാം വളരെ ദുഃഖത്തോടെയാണ് ആ വാർത്ത വായിച്ചത്. അതിന്റെ കാരണം അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് അത് മകൻ കള്ളുകുടിച്ചു വന്ന് മാതാവിനെയും പിതാവിനെയും ഉപദ്രവിക്കുമായിരുന്നു. അത് സഹിക്കവയ്യാതെ ജന്മം നൽകിയ അച്ഛൻ തന്നെയാണ് സഹോദരങ്ങളെ ആ കൊടും ക്രൂരത ചെയ്തത്. നിങ്ങൾ വാങ്ങിക്കഴിക്കുന്ന ഹാൻഡ്സിന്റെയും പാൻപ്രാഗിന്റെയും മുകളിൽ കൊടുത്തിരിക്കുന്ന പടം തേളിന്റേതാണ്. എന്താണ് തേള്? മനുഷ്യനെ 4 വശം കൊണ്ട് ഇറുക്കിക്കൊള്ളുന്ന മാരകമായ വിഷമുള്ള ഒരു ജീവിയാണ് സഹോദരങ്ങളെ തേള്. പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്നും മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നും എഴുതി വച്ചിട്ടുണ്ടെങ്കിലും യാതൊരു മടിയും കൂടാതെ ഇന്ന് കേരളീയർ വാങ്ങിക്കഴിക്കുകയാണ്. 2008 നടത്തിയ ഒരു സർവേ പ്രകാരം നമുക്ക് മനസ്സിലായത് കേരളത്തിലെ ജനങ്ങൾ കഴിക്കുന്ന അരിയുടെ ശരാശരി കണക്ക് 3500 കോടിയാണെങ്കിൽ ഒരു വർഷം കുടിച്ചു തീർക്കുന്ന മദ്യത്തിന്റെ കണക്ക് 10,000 കോടിയാണ് സഹോദരങ്ങളെ. തന്റെ ഭാര്യക്കും മക്കൾക്കും കൊടുക്കേണ്ട അരിയുടെ 3 ഇരട്ടി സംഖ്യയാണ് സഹോദരങ്ങളെ ഇന്ന് കേരളീയർ കുടിച്ചു തീർക്കുന്നത്. ഞാൻ നിർത്തുകയാണ്. 1990-കളിൽ നടത്തിയ ഒരു സർവേ പ്രകാരം കേരളത്തിലെ ജനങ്ങൾ ഉപയോഗിക്കുന്ന ലഹരിയുടെ കണക്ക് 23 വയസ്സാണെങ്കിൽ അത് 2010 ആയപ്പോഴേക്കും അത് 13 വയസ്സായി മാറിയിരിക്കുക എന്നതാണ് ദുഃഖകരമായ സത്യം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എങ്ങനെയാണ് കുട്ടികൾ തുടങ്ങുന്നതെന്ന്. മുതിർന്നവർ വലിക്കുന്നതും കുടിക്കുന്നതും കണ്ട് അവർ അനുകരിക്കാൻ ശ്രമിക്കും. ആദ്യം അതൊരു കടലാസെടുത്ത് ചുരുട്ടി, പിന്നെ അത് ഹാൻഡ്സായി, പാൻപ്രാഗായി, ബീഡിയായി, ബ്രാൻഡിയായി, വിസ്കിയായി, ബിയറായി, അങ്ങനെ പോകുന്നു അതിന്റെ ഉപയോഗം. സഹോദരങ്ങളെ, എനിക്ക് പറയാനുള്ളത് മാതാപിതാക്കളോടും കച്ചവടക്കാരോടും മാത്രമാണ്. മാതാപിതാക്കളെ, നിങ്ങളാണ് ഞങ്ങൾക്ക് മാതൃകയാവേണ്ടത്. നിങ്ങൾ മാതൃകയാൽ ഒരു വൻ തലമുറയെ ഇന്ന് കേരളത്തിൽ പുലർന്നെടുക്കാൻ കഴിയും. ഇതിനു വേണ്ടിയാണ് MSM ശ്രീമൂലനഗരം തൗഹീദ് നഗർ യൂണിറ്റ് ഇന്ന് ഇറങ്ങിത്തിരിച്ചിട്ടുള്ളത്. രണ്ടാമതായി എനിക്ക് പറയാനുള്ളത് കച്ചവടക്കാരോടാണ്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കച്ചവടക്കാരെ, ഇന്നു മുതൽ നിങ്ങൾ ലഹരി പദാർത്ഥങ്ങൾ വിൽക്കുക എന്ന് പ്രതിജ്ഞ എടുക്കുക. അതുകൊണ്ട് കിട്ടുന്ന ലാഭം നമുക്ക് വേണ്ട എന്ന് നിങ്ങൾ തീർത്തു പറയുക. എന്റെ ശബ്ദം ഇത്ര നേരം കേട്ടുകൊണ്ടിരുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, ഞാൻ നിർത്തുകയാണ്. ദൈവത്തിന്റെ